നീ വീടെത്തുന്നതിന് മുമ്പേ ഞാൻ ഡിന്നർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും. 10 മണിയാകുമ്പോഴേക്കും കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാകും. ഇങ്ങനെ ഫ്യൂച്ചറിൽ ഒരു പെർട്ടിക്കുലർ ടൈം പറഞ്ഞുകൊണ്ട് അതിന് മുൻപോ അല്ലെങ്കിൽ ആ ടൈം ആവുമ്പോഴേക്കും നമ്മൾ ആ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടാകും എന്നെങ്ങനെ പറയാ? വെൽക്കം ടു CC ഇംഗ്ലീഷ് ഹബ്. ഇറ്റ്സ് മീ ഫാരിഷ സിറാജ്. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്? നമുക്ക് ആദ്യം ഫോമാറ്റ് പഠിക്കാം. ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3 ആണ്. വിൽ ഹാവ് പ്ലസ് V3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഒരു വേർബിന്റെ V1 V2 V3 പറയുന്നതിൽ V3 ഫോം ആണ്. ഇപ്പോൾ ഗോ ആണെങ്കിൽ ഗോ, വെന്റ്, ഗോൺ. ആ ഗോൺ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുക. അപ്പോൾ നീ വീടെത്തുമ്പോഴേക്കും ഞാൻ ഡിന്നർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും. ഇവിടെ സബ്ജക്റ്റ് ആരാണ് ഡിന്നർ പ്രിപ്പയർ ചെയ്യുന്നത്? ആരെവിടെ പ്രവൃത്തി ചെയ്യുന്ന ആള്? ഞാനാണല്ലേ. സോ ആ സബ്ജക്റ്റ് ഐ ആണ്. ഓക്കെ, ഐ വിൽ ഹാവ്. ഐ വിൽ ഹാവ് എന്താണ് ആക്ഷൻ? എന്താണ്? ഡിന്നർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും. പ്രിപ്പയർ അല്ലെ, പ്രിപ്പയർഡ് V3 വരുന്നത് പ്രിപ്പയർഡ് ആണ്. ഐ വിൽ ഹാവ് പ്രിപ്പയർഡ് ഡിന്നർ. ടൈം എന്താണ് ഇവിടുത്തെ? വീടെത്തുമ്പോഴേക്കും അല്ലെങ്കിൽ വീടെത്തുന്നതിന് മുൻപേ ഞാൻ ഡിന്നർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ മുൻപേ എന്നെങ്ങനെ പറയാ? ബിഫോർ യു ഗെറ്റ് ഹോം. ബിഫോർ യു ഗെറ്റ് ഹോം. ഓക്കെ, സോ ഐ വിൽ ഹാവ് പ്രിപ്പയർഡ് ഡിന്നർ ബിഫോർ യു ഗെറ്റ് ഹോം. ക്ലിയർ അല്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ. 10 മണിയാകുമ്പോഴേക്കും കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാകും, പോയിട്ടുണ്ടാകും, വന്നിട്ടുണ്ടാകും എന്നൊക്കെ. ചില സ്ഥലങ്ങളിൽ വന്നിരിക്കും, പോയിരിക്കും, ചെയ്തിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഏരിയയിൽ എങ്ങനെയാണ് പറയാന്ന് വെച്ചാൽ അങ്ങനെ പഠിക്കുക. അപ്പോൾ ഇവിടെ ഐ വിൽ ഹാവ് പ്രിപ്പയർഡ്, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തിരിക്കും. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ. കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാകും 10 മണിയാകുമ്പോഴേക്കും എന്നെങ്ങനെ പറയാം? അപ്പോൾ കുട്ടികളാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്താണ്? ദി ചിൽഡ്രൻ അല്ലെ. ദി ചിൽഡ്രൻ എന്താണ്? വിൽ ഹാവ്. ചിൽഡ്രൻ വിൽ ഹാവ് ഉറങ്ങുക. എന്താണ്? സ്ലീപ്പ്. V3 എന്താണ്? സ്ലീപ്പ്, സ്ലെപ്റ്റ്. V3 വരിക സ്ലെപ്റ്റ് ആണ്. ചിൽഡ്രൻ വിൽ ഹാവ് സ്ലെപ്റ്റ്. ടൈം എന്താണ് പറഞ്ഞത്? 10 മണിയാവുമ്പോഴേക്കും. 10 മണിക്ക് മുൻപല്ല. 10 മണിക്ക് മുൻപ് എന്നാണെങ്കിൽ ബിഫോർ 10 PM പറയാം. ഇതിപ്പോ 10 മണിയാവുമ്പോഴേക്കും. അപ്പൊ എങ്ങനെ പറയാ? ബൈ ആണ് ഉപയോഗിക്കുക. ബൈ 10 PM. ക്ലിയർ അല്ലേ? സോ ചിൽഡ്രൻ വിൽ ഹാവ് സ്ലെപ്റ്റ് ബൈ 10 PM. അങ്ങനെയാണെങ്കിൽ മീറ്റിംഗ് തുടങ്ങുമ്പോഴേക്കും അല്ലെങ്കിൽ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുൻപേ ഞാൻ ഈ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും എന്നെങ്ങനെ പറയാ? മീറ്റിങ്ങിന് മുൻപേ സബ്മിറ്റ് ചെയ്യാൻ ഒരുപാട് വർക്കുകൾ കിട്ടുന്നവരാണ് നമ്മളല്ലേ. അപ്പോൾ മീറ്റിംഗ് തുടങ്ങുമ്പോഴേക്കും ഞാൻ ഈ വർക്കുകളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകും എന്നെങ്ങനെയാ പറയാ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.